ഇടുക്കിക്കാർക്കൊപ്പം അഭിപ്രായ സർവേ ഇപ്പോൾ വെള്ളാരംകുന്നിലാണ് എത്തിയിരിക്കുന്നത്. വെള്ളാരംകുന്നിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ഡീനൊപ്പമായിരിക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയായിട്ട് ഉറപ്പായിട്ടും ചെയ്യും. വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? ചെയ്യണം. അപ്പൊ ഇടുക്കി ഇത്തവണ ആർക്കൊപ്പമായിരിക്കും ചേച്ചി? ഇടുക്കിയിലോ? നമുക്ക് ആലോചിക്കാം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ആര് ജയിക്കും? ആര് ജയിക്കണം? ചേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. ചേട്ടനോടാണ് എന്റെ ചോദ്യം, എന്നോട് ചോദ്യമില്ല. ഇടുക്കി ജയിച്ചിട്ട് വലിയ വിശേഷമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. കേന്ദ്രത്തിൽ ജയിക്കണം. കേന്ദ്രം ജയിക്കണമെങ്കിൽ ആര് വേണം? നമ്മള് കേന്ദ്രത്തിൽ ജയിക്കാനുള്ള സംവിധാനം മൊത്തം ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ജനനായകത്തിന്റെ ശരിയായ പാത. ഓക്കെ, ശരിയാണോ? ചേട്ടാ, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? അത് പറയാല. ആര് ചെയ്യണമെന്ന് ആഗ്രഹം? ആര് ചെയ്യണമെന്ന് ആഗ്രഹം? അതും പറയാൻ പാടാ. ഞാൻ 3 രീതി ചോദിച്ചു. ഇടുക്കി നമ്മളെ പ്രതീക്ഷ LDF പ്രസാദം നിൽക്കുള്ളൂ. അതിന് അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാൻ കാരണം പ്രതീക്ഷ നമ്മുടെ MP കൊണ്ട് ഒത്തിരി ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്. നിലവിലുള്ള MP ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. ഉപകാരം ഇല്ലായികൊന്നുമല്ല. നമുക്ക് എന്നാന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ LDF ഭാഗത്തല്ലേ നിൽക്കത്തുള്ളൂ. നമ്മുടെ ഭാഗമല്ലേ നമ്മൾ പറയത്തുള്ളൂ. DN സാർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടൊന്നും പറയുന്നില്ല. നമ്മളെ വീട്ടിൽ LDF. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി ആർക്കൊപ്പമാണെന്ന് പറയാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ഇവിടുത്തെ ഒരു രീതി വെച്ച് കോൺഗ്രസിനൊപ്പമായിരിക്കും. ചേട്ടൻ്റെ വോട്ട് UDF. അതെ, ഇത്തവണ തീർത്തൊന്നും പറയാൻ പറ്റിയല്ല. എന്നാലും ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെ ഒരു ആഗ്രഹം പറയാൻ പറ്റിയല്ല ഇപ്പൊ. അത് ഉള്ളിലിരിപ്പുണ്ട് ആര് ജയിക്കണമെന്ന്. അത് അതുപോലെ അങ്ങ് നടക്കും. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? UDF അല്ലേ മുൻതൂക്കമുള്ളത്, അതിനായിരിക്കണം. UDF-നൊപ്പമായിരിക്കും. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഇത്തവണ നമുക്ക് എങ്ങനെ ഇടുക്കിയിൽ ആര് ജയിക്കും? ഇതില് 3 പേര് നിൽക്കണ്ടല്ലോ. കോൺഗ്രസ്സാണ് മുൻതൂക്കം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭരണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചേട്ടൻ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ലൊരു ഭരണാധികാരികൾ വരിക എന്നുള്ളതാണ്. അതായത് കോൺഗ്രസ് വരുമെന്നോ CPM വരുമെന്നൊന്നും നമുക്ക് അങ്ങനെ താല്പര്യങ്ങളൊന്നുമില്ല. നല്ല ഭരണത്തിനുള്ള ആൾ വരിക, അതാണ് അതിനകത്ത്. ഓക്കെ. നമ്മളെ ഇടുക്കിയിലെ പ്രത്യേകിച്ച് ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണിയെന്നാണ് അറിയപ്പെടുന്നത്. ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജനത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഏലക്കയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളാരംകുന്ന് അണക്കര ഈ ആനവിലാസ മേഖലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ളത് ഏലത്തിനാണ്. ഏലം എന്നിട്ടുള്ള ഈ ഒരു കാർഷിക വിളയ്ക്ക് വിലത്തകർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് കർഷകർ കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു ഏലം വ്യാപാര സ്ഥാപനത്തിലാണ്. ഇവിടെ പണിയെടുക്കുന്ന തൊഴിലാളികളോട് നമുക്കൊന്ന് ചോദിക്കാം ഇടുക്കി ആർക്കൊപ്പമാണ് എന്നുള്ളത്. പറഞ്ഞോക്കാം. ஓட்டு யாருக்கு விழுகுதோ அவங்களே ஜெயிப்பாங்க. யாரு ஜெயிக்கணும்னு ஆகிடும் அறியத்தில்ல. கூலிக்காரர்களுக்கு யார் தர்மம் செய்கிறாங்களோ அவங்களுக்கு நாங்கள் ஓட்டு போடுவோம். ஓட்டு வாங்க தண்டிக்கு சரின்னு சொல்லுவாங்க, கடைசியில் எதுவுமே செய்ய மாட்டாங்க. அவங்க முன்னாடி நாங்கள் நடக்க தயாரில்லை. അത്രേ ഉള്ളൂ. ചേട്ടാ, നമ്മൾ വോട്ട് ചെയ്യണ്ടേ തവണ? ആർക്കാ വോട്ട് ചെയ്യണ്ടെന്ന് ചോദിക്കുന്നത്. ആരൊക്കെ ചെയ്താലേ ഇപ്പം ഇവിടെ കാര്യമുള്ളേ? ഇടുക്കിയിൽ ആർക്കാ വോട്ട് ചെയ്യണ്ടേ? ഇവിടെ ആർക്കാ? നമുക്ക് BJP സ്ഥാനാർത്ഥിക്ക് എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. BJP-യോ? അതാണ് ആഗ്രഹം. ഓക്കെ, അവർ ജയിക്കുമോ? ജയിക്കാൻ സാധ്യത കുറവാണ്. എന്നാലും വോട്ടുള്ളത് കൊടുത്തേക്കാം. വോട്ടുള്ളത് അവർക്ക് കൊടുക്കും. ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി നമുക്ക് ഒന്നും വിലയിരുത്താൻ പറ്റത്തില്ല. ഇപ്പോൾ ഇലക്ഷന്റെ ഒരു മൂർച്ഛന അവസ്ഥയിലോട്ട് വന്നില്ലല്ലോ. ആഗ്രഹം ആര് ജയിച്ചാലും നമുക്ക് എല്ലാം കോരിന് കുമ്പിളി കഞ്ഞി എന്ന് പറഞ്ഞ പോലെയല്ലേ ഉള്ളൂ. ആര് ജയിച്ചാലും കണക്കാം. എന്റെ അഭിപ്രായം ജോസി ഒരു ജയിക്കണം എന്നുള്ളത്. തവണ വോട്ട് ചെയ്യണ്ടേ? തവണ ഇടുക്കി ആർക്കൊപ്പമായിരിക്കും? ഇടുക്കി കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഭരണത്തിന്റെ ഇതൊക്കെ കാരണം ചിലപ്പോൾ ന്യൂസ് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ വോട്ട് ജോയ്സിനാണ്.